വൈകുന്നേരങ്ങളിൽ ആഴക്കടലിൽ നിന്നും തീരപ്രദേശങ്ങളിലേക്ക് ഡോൾഫിനുകൾ വരുന്നത് അറിഞ്ഞിട്ട് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഒരു ബോട്ടിൽ. ആദ്യം ഡോൾഫിനുകളെ കാണുന്നതിന് മുമ്പ് നമ്മൾ ഗോവയിലെ പഴയ ജയിലാണ് കാണുന്നത്. ഇത് പോർച്ചുഗീസ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ജയിലാണ്. കറൻ്റ്ലി അത് ഓപ്പറേറ്റിംഗ് അല്ല. 1612 നിർമ്മിച്ചിട്ടുള്ള ഈ ജയിൽ 2015 വരെ പ്രവർത്തനക്ഷമമായിരുന്നു കേട്ടോ. 2015 ശേഷം വേറൊരു സ്ഥലത്തോട്ട് ഗോവയിലെ ജയിൽ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഭരിച്ചിരുന്ന സമയത്ത് ഗോവയിലെ യുദ്ധ തടവുകാരെ അതിദാരുണമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള ജയിലുകളാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നതൊക്കെ. ഗോവയിലെ ഏതോ അതിസമ്പന്നനായിട്ടുള്ള ഒരു കോടീശ്വരൻ്റെ ഒരു കാസിലാണ് ആ കാണുന്നത്. ഈ ജയിലിനോട് തൊട്ടടുത്ത് തന്നെയായിട്ടുള്ള വലിയൊരു കാസിലാണ് കേട്ടോ ഈ സീസൈഡ് വ്യൂ ആയിട്ടുള്ളത്. സൂര്യൻ ചേട്ടൻ അങ്ങനെ പടിഞ്ഞാറ് ചക്രവാളത്തിൽ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ഡോൾഫിനുകളെ ഒന്നും ഇതുവരെ കാണാൻ സാധിച്ചില്ല. പക്ഷേ ബോട്ട് ചേട്ടൻ പറഞ്ഞത് ഇപ്പം തന്നെ കാണാൻ പറ്റും, കാത്തിരുന്നോളാനാണ്. അങ്ങനെ ഒരു 10-20 മിനിറ്റ് കടലിലൂടെ സെയിൽ ചെയ്തതിന് ശേഷം നമ്മൾ തേടിയ സംഭവം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവിടെ ഇവിടെയും ഒക്കെ ആയിട്ട് ഡോൾഫിനുകൾ മുങ്ങുന്നതും പൊങ്ങുന്നതുമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അധികമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഡോൾഫിനുകളെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നോ. എന്തൊക്കെയാണെങ്കിലും ഈ സായാഹ്ന സന്ധ്യയും സൂര്യൻ്റെ അസ്തമനവും ഇങ്ങനത്തെ ഒരു ബോട്ട് യാത്രയും ദൂരെ സ്ഥലങ്ങളിലായി നങ്കൂരമിട്ടിട്ടുള്ള എണ്ണ കപ്പലുകളൊക്കെ കാണുന്നത് നല്ലൊരു അനുഭവമായിട്ട് തോന്നി കേട്ടോ. ഡോൾഫിനുകൾ പോസ് ചെയ്ത് നിന്ന് തരാത്തതുകൊണ്ട് തന്നെ ഫോട്ടോസ് നമുക്ക് കിട്ടിയില്ല കേട്ടോ. പക്ഷേ വേറെ കുറച്ച് വെറൈറ്റി ഫോട്ടോസ് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ സാധിച്ചു.